നമ്മൾ കണ്ടുമറന്ന ഒരു വിശ്വാസി കുടുംബം. അപ്പനും അമ്മയും ഒരു മകനുമടങ്ങുന്ന ആ കൊച്ചു കുടുംബത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില സുപ്രധാന സംഭവങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഗൾഫിലെ സുരക്ഷിതമായ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഉന്നത പഠനത്തിനായി നാട്ടിലെ കോളേജ് ജീവിതത്തിലേക്ക് കടന്നുപോകുന്ന ഒരു യുവാവ്. ആ യാത്രയിൽ അവൻ നേരിടുന്ന വെല്ലുവിളികളും തിരഞ്ഞെടുപ്പുകളും അവൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന ചില സ്വാധീനങ്ങൾ. സ്നേഹവും ഉപദേശവും പ്രാർത്ഥനയും നിറഞ്ഞ ഒരു കുടുംബം. എന്നാൽ തെറ്റായ കൂട്ടുകെട്ടുകളും ചില തെറ്റായ തീരുമാനങ്ങളും ഒരു യുവാവിൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് ഈ സ്കിറ്റിലൂടെ നമുക്ക് കാണാം. ഇത് ഒരു കഥ മാത്രമല്ല, ഇന്നത്തെ യുവതലമുറയുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. തുടർന്ന് കാണുക തിരിച്ചുവരവ്, തിരിച്ചുവരവ്, തിരിച്ചുവരവ്. മോനെ, നാട്ടിൽ പോയാലും പ്രാർത്ഥന വിടല്ലേ. എവിടാന്നേലും ദൈവം കൂടെ ഉണ്ടാവും. മോനെ അബി, പഠനമാണ് പ്രധാനം. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണം. ജീവിതം തീരുമാനിക്കുന്നത് ചിലപ്പോൾ കൂട്ടുകെട്ടുകളാണ്. ഞാൻ കൊച്ചു കുഞ്ഞല്ലോ അമ്മേ, ഞാൻ എല്ലാം നോക്കിക്കോളാം. എല്ലാ ദിവസവും വിളിക്കണേ മോനെ. ഷുവർ അമ്മേ, ഞാൻ വിളിച്ചോളാം. ഓ, നല്ല ക്ഷീണം. രാവിലെ ഓറിയൻറ്റേഷൻ, ഉച്ചയ്ക്ക് ക്ലാസ്, ഇനി ഹോസ്റ്റലിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം. ആ, അമ്മയാണല്ലോ. ഹലോ അമ്മേ. ഹലോ മോനെ, ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നടാ? ഓ, ഒന്നും പറയണ്ട അമ്മേ, ഫുള്ള് ബിസി ആയിരുന്നു, ടയേർഡായി. നീ ഫുഡും എല്ലാം കഴിച്ചായിരുന്നോ? രാവിലെ ക്യാൻറ്റീനിൽ നിന്ന് ചായയും പഫ്സും കഴിച്ചു, ഉച്ചയ്ക്ക് മീൽസും കഴിച്ചു. പുതിയ പ്ലേസ് അല്ലേ, അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കൂടാ. സാരല്ല, അമ്മ പ്രാർത്ഥിച്ചോളാം. അവിടെ എന്നാ ഉണ്ട് അമ്മ വിശേഷം? എടാ, ഇവിടുന്ന് നമ്മുടെ ചർച്ചിലെ സൺഡേ സ്കൂളിന്റെ ആനിവേഴ്സറി ആയിരുന്നടാ. ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് വളരെ കുറച്ച് പ്രോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ബെൻ പാസ് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോയിരിക്കുന്നതുകൊണ്ട് അബുദാബിന്ന് പ്രസ്ബീറ്റർ പാസ് സീജസ് ക്രിയായിരുന്നു വന്നേ. ഏതായാലും മെസ്സേജ് പറഞ്ഞ അധികം സമയം കളഞ്ഞൊന്നുമില്ല. എന്നാലും പ്രോഗ്രാമൊക്കെ നല്ലതായിരുന്നു. പിന്നെ യൂത്തിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, വളരെ നന്നായിട്ട് പിള്ളേരൊക്കെ ചെയ്തു. നിന്നെ ശരിക്കും മിസ് ചെയ്തടാ. സാരമില്ല അമ്മേ, ഞാൻ പിന്നീട് യൂട്യൂബിൽ കണ്ടോളാം. എന്നാ ശരി മോനെ, അമ്മ നാളെ വിളിക്കാം. ഓക്കെ അമ്മേ, ബൈ. ആരടത് ചെയറൊക്കെ സെറ്റ് ആക്കുന്നുണ്ടല്ലോ. കണ്ടിട്ട് ഫസ്റ്റ് ഇയർ ആണെന്ന് തോന്നണ്. ഹലോ, എക്സ്ക്യൂസ് മീ മിസ്റ്റർ. ചേട്ടാ, പേര് അബി. എന്തേ, നിനക്ക് തലയും വലൊന്നുമില്ലടാ? അബി വി തോമസ്. അബി, ഇതിന്റെ ഫുൾ ഫോം എന്തൊരു? ഫുൾ ഫോമോ? അതെന്താ ചേട്ടാ? ആടാ, ഇവിടെ എല്ലാത്തിനും ഫുൾ ഫോം ഉണ്ടാകും, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. എവിടുന്നാണാവോ? ഇത് നിനക്ക് മനസ്സിലായില്ലേ? ഇത് ഗൾഫാണ്ടാ. നിനക്ക് എങ്ങനെ മനസ്സിലായടേ? എടാ, അവന്റെ പെർഫ്യൂം ഞാൻ കൺഫേം ആക്കി. ചോദിച്ചത് കേട്ടില്ലേടാ, എവിടുന്നാ? ദുബായ്. ഓ, നിനക്ക് മലയാളം അറിയോ? കുറച്ച്. പഴംപൊരി ഇംഗ്ലീഷ് പറയടേ. ബനാന ഫ്രൈ. അവൻ്റെ ഒരു ബനാന ഫ്രൈ. ഇത് കേരളത്തിൻ്റെ ഇൻ്റർനാഷണൽ സ്നാക്സ്. ഓ ശരി ചേട്ടാ. ഡേയ്, ഇവിടെ ചില റൂൾസ് ഒക്കെ ഉണ്ട് കേട്ടാ. എന്തൊക്കെയാ ചേട്ടാ? സീനിയേഴ്സിനെ കാണുമ്പോൾ എണ്ണിട്ട് നിന്ന് വിഷ് ചെയ്യണം. ക്യാൻറ്റീനിലെ ലാസ്റ്റ് പപ്സ് അത് സീനിയേഴ്സിലുള്ളതാണ്. ഓക്കെ ചേട്ടാ. അപ്പോൾ അതും പോയി.
റെക്കോർഡ് വെക്കാനുള്ള ഡേറ്റ് കേട്ട് നീ ഞെട്ടരുത്. ഞാൻ ഇതുവരെ ഫസ്റ്റ് ഇയർ റെക്കോർഡ് പോലും വെച്ചിട്ടില്ല. ഇത് പണിയാണല്ലോ. ഈ കുറച്ച് വെള്ളയും കൂടെ കിടക്കാണ്ട് കേട്ടാ. ഇനി എന്താ ചേട്ടാ? നിനക്ക് ഇവിടെ തുടരാൻ യോഗ്യത ഉണ്ടോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇന്ന് പ്രിൻസിപ്പൽ സാറ് ലീവാണെന്ന് സങ്കല്പിക്കുക. സാറിൻ്റെ റൂമിൽ ചെന്ന് മൈക്കിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് നടത്താൻ അവസരം കിട്ടിയാൽ നീ എന്ത് പറയൂടാ? അയ്യോ, പേടിക്കണ്ട, ഇതൊക്കെ ഇവിടുത്തെ ചില രീതികളാണ്. പറഞ്ഞോ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അറ്റൻഡൻസ് കുറവുള്ളവർ ക്യാൻറ്റീനിൽ നിന്ന് നേരെ ക്ലാസ്സിലേക്ക് പോവുക. ഇവൻ കൊള്ളാലോ. ഇനി അടുത്തത്. ഇവൻ പറയുന്നത് പക്ക മലയാളത്തിൽ തിരിച്ചു പറയണം. ട്രൈ ചെയ്യാൻ ചേട്ടാ. എനിക്ക് ഒരു ചായയും 2 പരിപ്പുവടയും വേണം. എനിക്ക് 2 ചായയും 1 പരിപ്പടയും വേണം. ഒരു ചായ എനിക്കാണോ? നീ എന്തിനു പറയണത്? അവൻ പറഞ്ഞത് 1 ചായയും 2 പരിപ്പടയും നല്ലേടേ. അത് നീ പറഞ്ഞപ്പോൾ എങ്ങനെ 2 ചായയും 1 പരിപ്പടയായി? അത് ടെൻഷൻ കൊണ്ട് മാറിപ്പോയതാ ചേട്ടാ. ആ, അത് സാരമില്ല. ഒന്ന് എനിക്കിരിക്കട്ടെ. അങ്ങനെ അബി ക്യാൻറ്റീനിൽ ചെന്ന് സംസാരിക്കാൻ പഠിച്ചു. പാട്ട് പാടുവോ നീ? ഇല്ല ചേട്ടാ. എന്നാ നീ പാടണം. നീ ഒന്ന് നിന്നേ. നിന്റെ ഷർട്ടിൻ്റെ 2ാമത്തെ ബട്ടൺ എവിടെ? ഇവിടെ ഉണ്ടല്ലോ. ഉണ്ടോ? എന്നാൽ ആ ബട്ടൺ നോക്കി ഒന്ന് പാടിക്കേ. കാൽവറി കുന്നിലെ സ്നേഹമേ എൻ എൻ കൊള്ളാം കൊള്ളാം. നിനക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ. ഡാബിയേ, അവിടെ ഒരു ബസ് വന്ന് നിൽക്കണം, നീ കണ്ടാ? ആ, കണ്ടു. ഞങ്ങള് ബസ് ഫെയർ തരും നിനക്ക്. ആ ബസ്സിന്റെ ബോർഡിൽ എഴുതിയിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് നീ തിരിച്ചു വരണം. അയ്യോ, എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ആ, അതിനിപ്പോൾ എന്തിര്? അതിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടല്ലോ. KOLLAM. കൊള്ളാം. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഡാ, അത് കൊള്ളാം എന്നല്ല, കൊല്ലം എന്നാണ്. കഷ്ടം, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അബ്ബിയേ, ഇത് എന്തുട്ടാന്നറിയോ നിനക്ക്? ഇത് മസ്റ്റർഡ്. എന്തിര്? ഇത് കടുക്. ഓ, കടുക്. ഇത് തറയിലോട്ട് പൊട്ടിച്ചിട്ടിട്ട് ഒരു 500 എണ്ണം എണ്ണിത്താ. ഇന്ന് ക്യാൻറ്റീനിലെ ചേട്ടന് കടുക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 273 274 5 6 7 27 28 29 28 7 അബി, ഇന്ന് ക്യാൻറ്റീനിൽ എന്താ ഫുഡെന്ന് നിനക്കറിയുവോ? ഇല്ല. ഡാ, നീ എണ്ണിക്കഴിഞ്ഞോ? എത്ര വരെ എണ്ണി? 200. അയ്യോ, മറന്നുപോയി. എന്നാ നീ ആദ്യം തൊട്ട് എണ്ണിക്കോ. ക്യാൻറ്റീനിലെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്ത്. ഊണെങ്ങനെ ഉണ്ടായിടാ? കുഴപ്പമില്ലായിരുന്നു. സ്റ്റോൺ ഫ്രീ ആയിരുന്നാ? എന്താ? ചിലപ്പോഴൊക്കെ ബോണസ് ഉണ്ടാവും. ഫിഷ് കറി കിട്ടിയോ? കിട്ടി. അതിൽ ഫിഷ് ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. നിനക്ക് ഭാഗ്യമുണ്ട് കേട്ടാ. അത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ്. ഡാ, നിനക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ വിഷമമുണ്ടോ? കുറച്ച് അല്ല, ഒത്തിരി വിഷമമുണ്ട്. അവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫാമിലി, ചർച്ച്, അങ്ങനെ എല്ലാം. ഇവിടെ എല്ലാം ന്യൂ അല്ലേ. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഞങ്ങളും ഇതുപോലെ ആയിരുന്നു. പതുക്കെ പതുക്കെ എല്ലാം ശരിയാകും. ഇപ്പൊ നീ ഒരു ഒഫീഷ്യൽ സ്റ്റുഡൻ്റ് ആയിട്ടാ. ഞങ്ങൾ എന്നാ റൂമിലേക്ക് പോവാട്ടോ. ഞങ്ങൾ രാത്രി റൂമിലേക്ക് വരാം. ശരി ചേട്ടന്മാരെ, രാത്രി കാണാം. നല്ല ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വർഷത്തെ ക്യാമ്പസ് ജീവിതത്തിൽ നിന്നും ഒരു ചെറിയ വെക്കേഷനായി ഗൾഫിലെ തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരികെ വന്ന അബിയുടെ ജീവിതത്തിലുണ്ടായ ചില മാറ്റങ്ങൾ നമുക്ക് നോക്കാം.
ഷോ ഈ ചെറുക്കൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? എടാ അബിയേ, എടാ അബി, നേരം വെളുത്തു രാത്രി മൊത്തവും ഫോൺ നോക്കിയിരുന്നിട്ട് ഇപ്പം ചെറുക്കൻ എഴുന്നേക്കാൻ വയ്യ. എൻ്റെ പൊന്നച്ചാ, നിങ്ങൾക്കൊന്ന് വിളിക്കാൻ മേലായോ അവനെ? നിങ്ങളാ അവനെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കുന്നത്. ഓ, അവള് രാവിലെ തന്നെ തുടങ്ങി. പിന്നെ വിളിച്ചാലോട്ടന്നെ എഴുന്നേൽക്കുന്ന ഒരു പുത്രൻ. ആ, നിങ്ങൾ വിളിക്കണ്ട. എടാ മോനെ എഴുന്നേക്കടാ, ഒന്ന് എഴുന്നേറ്റ് വേഗം വാ. അതെങ്ങനെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ചെറുക്കനെ പ്രാർത്ഥിക്കണമെന്നുമില്ല, പാടണമെന്നുമില്ല, തോന്നുന്ന പോലെയല്ല എൻ്റെ ഒരവസ്ഥ. എന്തോരം കരഞ്ഞും പ്രാർത്ഥിച്ചും കിട്ടിയതായവനെ ഇപ്പോൾ ഒരു വക പറഞ്ഞാൽ കേൾക്കത്തില്ല. നാട്ടിലോട്ട് പഠിക്കാൻ വിടുന്നതിന് മുന്നേ ഇങ്ങനൊന്നും അല്ലായിരുന്നു എൻ്റെ പൊന്നച്ചാ. ഇവൻ എന്തൊക്കെയോ മാറ്റങ്ങളുള്ള പോലെ എനിക്ക് തോന്നുക. എന്തായാലും വാ, നമുക്ക് പ്രാർത്ഥിക്കാം. വാ മോനെ, പ്രാർത്ഥിക്കാം. അബി വാ ഇങ്ങോട്ട്, ഈ വയ്യാത്ത എന്നെ കൊണ്ട് ഇങ്ങനെ അലപ്പിക്കാതടാ. ഞാൻ വരുവാ, ചുമ്മാ കിടന്നിങ്ങനെ അലയ്ക്കാതെ അമ്മേ രാവിലെ. ആ വാ വേഗം ഇങ്ങോട്ട് വാ, പാട്ട് പാടാം. പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് നീ എന്ത് പാടാ ഈ മൊബൈലും പിടിച്ചോണ്ടിരിക്കുന്നേ? ഓ, പാട്ട് പാടാനാ മൊബൈൽ എടുത്തത്. എടാ, ഞാനിപ്പോൾ വരാം. അമ്മേ, ഞാനൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തു വരെ പോകുക. നീ എങ്ങോട്ടാ ഇത്ര രാവിലെ? പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ലല്ലോ. പപ്പ, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സ് എല്ലാം ദുബായിൽ കാണാൻ വന്നിട്ടുണ്ടെന്ന്? അവർ വിളിച്ചതാ, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. ഡി, ഇപ്പോഴത്തെ പിള്ളേരുടെ എല്ലാ കാര്യത്തിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല. അവർക്കൊരു ഫ്രീഡം കൊടുക്കണം. എവിടാന്ന് വെച്ചാൽ പോയിട്ട് വരട്ടെ. അവൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളാ ഇവനെ ഇങ്ങനെ അങ്ങ് വഷളാക്കുന്നേന്ന്. ആ, നേരത്തെ ഇങ്ങനെ എത്തിയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഇച്ചാൻ പ്രാർത്ഥിക്കും. ഹാ, പാസ്റ്റർ ആയിരുന്നോ? പ്രൈസ് ലോർഡ് പാസ്റ്റർ. എന്താ രാവിലെ? രാവിലെ ഹൗസ് വിസിറ്റിംഗ് ഇവിടുന്ന് തുടങ്ങാമെന്ന് കരുതി. വൈഫ് നാട്ടിൽ പോയിരിക്കുന്നത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് ആകാമെന്നോർത്തു. അപ്പോൾ ഉച്ചയ്ക്ക് എവിടാ? ഇവിടെ ചില വീടുകൾ കയറാനുണ്ട്. ഉച്ച ആകുമ്പോഴേക്കും സെക്രട്ടറി ബിജു പോളിൻ്റെ വീട്ടിലെത്തണം. മോളിയാൻറ്റി നല്ല സൂപ്പർ ബിരിയാണി വയ്ക്കും. ഇന്ന് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം രാത്രിയിലോ? ഡയറ്റാണ് ജോമോനെ, കഞ്ഞിയും പയറും. ജെനി സിസ്റ്ററിന് എന്താണൊരു ക്ഷീണം? സുഖമില്ലേ? അതോ ഇനി മോൻ വന്നതിൻ്റെ തിരക്കാണോ? അയ്യോ, മോൻ വന്നതിൻ്റെ തിരക്കൊന്നുമല്ല പാസ്റ്ററെ. ഈ മനുഷ്യൻ രാവിലെ 3 മണിക്ക് പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും, എന്നെയും വിളിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്നാൽ അത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാമെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ എന്നെ സമ്മതിക്കണ്ടേ? എടിയേ, ആ ഫോൺ ഇങ്ങെടുത്ത് ഇതൊന്ന് ഓഫ് ചെയ്തേ, ആ ഫാനൊന്ന് ഓഫ് ചെയ്തേ, ഒരു കാപ്പി ഇട്ടേ. അങ്ങനെ രാവിലെ 6 മണി വരെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എങ്ങനെ ഞാനൊന്ന് ഉറങ്ങാനാ? അതിൻ്റെ ക്ഷീണമാ മുഖത്ത് കാണുന്നു. അല്ല, അപ്പോൾ അബി എന്തിയേ? വന്നിട്ട് കണ്ടില്ലല്ലോ. കഴിഞ്ഞ സൺഡേയിലും കണ്ടില്ല. പാസ്റ്ററെ, അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ രാവിലെ വിളിച്ചു, എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവരോടൊപ്പം പോയി. ഇനി അവൻ എപ്പോൾ വരുമെന്നാ അറിയാത്തത്. കഴിഞ്ഞ സൺഡേ ചെക്കൻ എഴുന്നേക്കാനും താമസിച്ചു, അതാ പിന്നെ അന്ന് അവൻ വരാഞ്ഞത്. പാസ്റ്ററെ, ഇവള് പറയുന്നു നാട്ടിൽ നിന്ന് വന്ന ശേഷം അവൻ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന്. പാസ്റ്റർ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. അറിയാത്ത നമ്പറാണല്ലോ. ആരാണാവോ? ഹലോ, അബിയുടെ പപ്പയല്ലേ? അതെ, ആരാ ഇത്? അങ്കിൾ, ഞാൻ അവൻ്റെ ഫ്രണ്ടാ. ഞങ്ങൾ രാവിലെ ഒരു സിനിമയ്ക്ക് പോയിരുന്നു. അവിടെ വെച്ച് അവന് പെട്ടെന്നൊരു തലകറക്കം വന്ന് ബോധം നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഉടനെ അവനെ റാഷിദ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർ പറഞ്ഞത് കുറച്ച് സീരിയസ് ആണെന്നാണ്. പേരൻസിനെ അറിയിക്കാൻ പറഞ്ഞു. അതാ ഞാൻ വിളിച്ചത്. ഒന്ന് പെട്ടെന്ന് വരണേ അങ്കിളെ. അച്ഛാ, എന്നാ ആരാന്ന് പറ, ആരാ വിളിച്ചേ?
ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ ജോമോനെ. പാസ്റ്ററേ, അബിക്കെന്തോ വയ്യാന്ന്. ഫ്രണ്ട്സ് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർ പറഞ്ഞ് കുറച്ച് സീരിയസ് ആണെന്ന്. വേഗം അങ്ങോട്ട് ചെല്ലാൻ. അയ്യോ അച്ഛാ, നമുക്ക് പെട്ടെന്ന് പോകാം, വാ. ഓക്കെ, അപ്പം ഞാനും വരാം. വാ, പെട്ടെന്ന് പോകാം. അബിയുടെ പേരൻസ് ആണോ? അതെ അതെ ഡോക്ടർ. എന്താ ഡോക്ടർ എൻ്റെ കുഞ്ഞിന് പറ്റിയത്? ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, ഇനി അവൻ വെയിൽ കൊണ്ടുവെല്ലാം തല കറങ്ങി വീണതാണോ? അല്ല, നിങ്ങളിരിക്കെ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അബിയുടെ ഫ്രണ്ട്സാണ് അവനെ ഇവിടെ കൊണ്ടുവന്നത്. അവരോട് ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞു. നാട്ടിലാണ് അബി പഠിക്കുന്നത് അല്ലേ? അതെ ഡോക്ടർ. അവിടെ അവൻ ചെന്ന് പെട്ടത് ഒരു നല്ല കൂട്ടുകെട്ടിലല്ല. ആദ്യമൊക്കെ നല്ല രീതിയിൽ പോയി, പിന്നീട് അവൻ ഡ്രഗ്സിന് അടിമയായി. തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അവൻ അകപ്പെട്ടു. ഇവിടെ അതത്ര സുലഭമല്ല. അത് കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ചില ഹെൽത്ത് ഇഷ്യൂസാണ് ഇപ്പോൾ ഉണ്ടായത്. അവനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിരുന്നു. ഇതാരാ, പാസ്റ്ററാണോ? അതെ ഡോക്ടർ, ഞങ്ങളുടെ പാസ്റ്ററാണ്. അറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ എല്ലാവരും നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാകണം അവനിപ്പോൾ ബെറ്ററായി. ഒരു ഡോക്ടർ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഇൻസിഡൻറ്റ് കാരണം അവൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സിനും ബോധം വന്നിട്ടുണ്ട്. അബി ഇപ്പോൾ എങ്ങനെയുണ്ട്? ബെറ്റർ ആയിട്ടുണ്ട് ഡോക്ടർ, താങ്ക് യു. താങ്ക് യു ഡോക്ടർ. എന്നാൽ നിങ്ങൾ സംസാരിക്കുക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ ഓക്കെ ഡോക്ടർ. പാസ്റ്റർ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഞങ്ങൾക്ക് അതെ അങ്കിളെ, ഞങ്ങള് നാട്ടില് വേറൊരു ലോകത്തിലായിരുന്നു. എപ്പോൾ ചോദിച്ചാലും ക്യാഷ് അയച്ചു തരാൻ പേരൻസ് ഉണ്ടായിരുന്നു. ഇതുവരെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ. മോനെ, നീ ഫിനി പാസ്റ്ററിൻ്റെ മോനല്ലേ? അതേ പാസ്റ്റർ, പപ്പയ്ക്ക് ഇതൊന്നും അറിയില്ല. വളരെ കഷ്ടപ്പെട്ടാണ് പപ്പ എന്നെ പഠിക്കാൻ വിട്ടത്. പക്ഷേ സാരമില്ല മക്കളെ, നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് ഏറ്റവും വലുത്. ദൈവം എല്ലാം ക്ഷമിക്കും. ഞാൻ എല്ലാവരെയും വേദനിപ്പിച്ചു. ഞങ്ങൾക്ക് ഇനിയൊരു അവസരമുണ്ടോ? തീർച്ചയായും ഉണ്ട്. മനുഷ്യനാവുമ്പോൾ തെറ്റുകൾ ഉണ്ടാവും. പക്ഷേ തിരിച്ചു വരാനുള്ള വഴി ദൈവം തുറന്നു വച്ചിട്ടുണ്ട്. യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നവനെ അവൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. വരൂ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ജീവിതം എന്നത് വെറും ഒരു തമാശയോ സമയം കളയാനോ ഉള്ളതല്ല. ദൈവം ഓരോരുത്തർക്കും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ഈ ജീവിതം തന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളാണ് നാളെയുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. തെറ്റായ കൂട്ടുകെട്ടുകളും തെറ്റായ വഴികളും ചില നിമിഷങ്ങൾ സന്തോഷം തരാമെങ്കിലും അതിൻ്റെ അവസാനം വേദനയായിരിക്കും. അതുകൊണ്ട് നല്ലതിനെ തിരഞ്ഞെടുക്കുക. മാതാപിതാക്കളുടെയും ദൈവദാസന്മാരുടെയും ഉപദേശങ്ങളും ദൈവവചനവും അനുസരിക്കുക. പൂർണ്ണ ഹൃദയത്തോടും കൂടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, എന്നാൽ അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സദൃശ്യവാക്യങ്ങൾ 3:5-6. നിങ്ങളുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഭാവി നശിപ്പിക്കരുത്. ദൈവം നൽകിയ കഴിവുകളും ഈ ജീവിതവും നല്ല വഴിയിൽ ഉപയോഗിക്കുക. കാരണം ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു നല്ല പദ്ധതിയുണ്ട്.